തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ആശംസകൾ എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. നമ്മുടെ കുടുംബങ്ങളൊക്കെ തിരുക്കുടുംബമാണോ എന്ന് ആത്മശോധന ചെയ്യാം. നമ്മൾ ആലോചിച്ച് നോക്കണം. മാതാവ് മോശപിതാവും ദൈവഹിതം അനുസരിച്ചതിന് ശേഷം, ദൈവഹിതം അവർക്ക് ലഭിച്ചതിന് ശേഷം അവർ ഇറങ്ങിത്തിരിക്കുക. ഈ ജീവിതം ഇറങ്ങിത്തിരിച്ചതിന് ശേഷം അവർക്ക് സുരക്ഷിതത്വങ്ങളില്ല, അതുപോലെ തന്നെ മുമ്പിലുള്ള യാത്രകളിൽ ഒന്നുമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കി, നമുക്ക് സ്ത്രീധനം കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ സുരക്ഷിതത്വമായ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. മാതാപിതാക്കള് ഒരു 3, 4, 5 തവണയെങ്കിലും ഈ ചെക്കനെ കുറിച്ച് അന്വേഷിച്ച് അതുപോലെ തന്നെ ആൾക്കാരെയൊക്കെ വിട്ടിട്ടാണ് നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ ഈ വീട്ടിലേക്കൊക്കെ വിട്ടിരിക്കുന്നത്. എന്നാൽ ഇതൊന്നുമില്ലാതെ ദൈവകൃപയുണ്ടോ എന്നുള്ളത് മാത്രമാണ് മാതാവിനെയും മോശപിതാവിനെയും കുറിച്ച് ചിന്തിച്ചത്. ദൈവകൃപ ഉള്ള ആ 2 വ്യക്തികൾ ചേർന്നു. വഴക്കിട്ടിട്ടില്ല, പിണങ്ങിയിട്ടില്ല, പരിതപിച്ചിട്ടില്ല, കുറ്റപ്പെടുത്തിയിട്ടില്ല. അവരുടെ ജീവിതം ഏറ്റവും സന്തോഷപൂർണ്ണമായിരുന്നു. ഇത്രയൊക്കെ ആലോചിച്ചിട്ടും ഇത്രയൊക്കെ കുറേയേറെ അന്വേഷിച്ചിട്ടും കണ്ടുപിടിച്ചിട്ടും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എങ്ങനെയാണ് എന്ന് ആത്മശോധന ചെയ്യാം. എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചാണകവും അതുപോലെ കല്ലും വലിച്ചെറിയുന്ന കുടുംബ ബന്ധങ്ങളല്ലേ നമ്മുടെയൊക്കെ എന്നുള്ളതാണ്. 3 കാര്യങ്ങളാണ് മാതാവിൻ്റെയും മോശപിതാവിൻ്റെയും കുടുംബ ജീവിതത്തിലുണ്ടായത്. ഒന്നാമതായിട്ട് ദൈവം നടത്തുന്ന, ദൈവം വഴി കാണിക്കുന്ന കുടുംബമായിരുന്നു ആ കുടുംബം. തിരുക്കുടുംബമാകാനുള്ള ഒന്നാമത്തെ കാര്യം അതാണ്, ദൈവം നടത്തിയ കുടുംബം. നമ്മളൊക്കെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ചിന്തിക്കുക, എൻ്റെ കുടുംബത്തെ ദൈവം നടത്തുന്നതാണ്. എൻ്റെ കുടുംബത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിനുണ്ടോ? പ്രാർത്ഥനയ്ക്കുണ്ടോ? ഞങ്ങളുടെ കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാം. ദൈവത്തെ എങ്ങനെ ഇറക്കി വിടാമെന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് പ്രാർത്ഥന വേണം, ഇന്ന് മാറ്റിവെച്ചാലോ എന്ന് ചിന്തിച്ച് വർത്താനം പറയുന്നവരല്ല. ദൈവം നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികളാണോ, കുടുംബ ബന്ധങ്ങളാണോ? ഭാര്യയും ഭർത്താവും പിണങ്ങിക്കിടക്കുന്ന ദിവസത്തെ ചിന്തിച്ചു നോക്കുക. എത്ര ദിവസം ഉണ്ടാകും? നമ്മളൊന്ന് ചിന്തിച്ച്. എന്നാൽ ദൈവത്തോട് സംസാരിച്ച് കിടക്കുന്ന എത്ര ദിവസങ്ങളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. പിണക്കി കിടക്കുന്ന ദിവസമാണോ, ദൈവത്തോട് സംസാരിച്ച് കിടക്കുന്ന ദിവസമാണോ? ഇവര് ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തികളായിരുന്നു. അതാണ് അവരുടെ കുടുംബത്തിന് തിരുക്കുടുംബമാകാൻ കാരണം. രണ്ടാമതായിട്ട് മനസ്സ് തുറന്ന് സ്നേഹിച്ചു എന്നുള്ളതാണ്. സ്വപ്നത്തിലൊരു ഭർത്താവും ജീവിക്കുന്നത് വേറെ ഭർത്താവും. അതാണ് ഇന്നത്തെ പ്രശ്നം. സ്വപ്നത്തില് നമുക്കൊരു ഭർത്താവിന്റെ രൂപമുണ്ട്. ഈ രൂപമുള്ള ഭർത്താവാണ് നമുക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭർത്താവിനെ ആഗ്രഹിച്ച് നടന്ന് കിട്ടുമ്പോൾ ഈ ആഗ്രഹിക്കുന്ന ഭർത്താവിനെയല്ല എനിക്ക് കിട്ടുന്നത്, പിന്നെ ജീവിക്കുന്നത് വേറെ ഒരു ഭർത്താവ്. അപ്പൊ ഒരു കോൺഫ്ലിക്റ്റാ. ഈ കോൺഫ്ലിക്റ്റ് കാരണം പിന്നെ എപ്പോഴും വഴക്കാണ്, എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളാണ്, എപ്പോഴും ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഭർത്താവിനെ, എൻ്റെ കുടുംബത്തെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കി. ദൈവം തന്ന ദാനമാണെന്ന് മനസ്സിലാക്കി സ്നേഹിക്കാൻ മോശപിതാവ് ദൈവം തന്ന ദാനമാണെന്ന് മാതാവ് ചിന്തിച്ചു. മാതാവ് ദൈവം തന്ന ദാനമാണെന്ന് മോശപിതാവ് ചിന്തിച്ചു. പിന്നെ ഒരു വാക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക. എന്തെങ്കിലും പിന്നെ പഴയ കാര്യത്തെക്കുറിച്ച് മോശപിതാവ് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? വീണ കാര്യങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വഴക്കൂടുന്ന സമയത്ത് ഇങ്ങനെ, നീ അല്ലെങ്കിലും അങ്ങനെയല്ലേ, നീ അങ്ങനെയാണല്ലോ, ഈ കുഞ്ഞ് എൻ്റെ എല്ലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് മോശപിതാവ് കുറ്റപ്പെടുത്താനൊന്നും പോയിട്ടില്ല. നമ്മളാണെങ്കിൽ ഓരോ വഴക്ക് വരുമ്പോഴും പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. മൂന്നാമതായിട്ട് മനസ്സിലാക്കിയ കുടുംബ ബന്ധങ്ങൾ. എൻ്റെ ഭർത്താവിന് ഇത്രയും സാധിക്കൂ, എൻ്റെ ഭർത്താവിന് ദൈവത്തിന് ഈ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യാൻ പറ്റും, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ നിൽക്കണം എന്ന് മനസ്സിലാക്കിയ അപ്പനും അമ്മയും. ആ മനസ്സിലാക്കലാണ് അവരുടെ കുടുംബ ബന്ധത്തെ ഏറ്റവും പരിശുദ്ധമാക്കിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു പ്രശ്നം വരുമ്പോഴേക്കും എല്ലാം നീ കാരണമാണ്, അല്ലെങ്കിൽ എല്ലാം നിങ്ങൾ കാരണമാണ്, നിങ്ങളാണ് ഇതിനൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞ് പീലാത്തോസിനെ പോലെ കൈ കഴുകി ഇറങ്ങുന്നവരെ നമ്മൾ പരസ്പരം, ഞാൻ ഇനി ഇതൊന്നും അറിയുന്നില്ല, ഇതിൻ്റെ പാപം എൻ്റെ മേത്ത് വേണ്ട, നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യൂ, അല്ലെങ്കിൽ നീ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് ഒരു മനസ്സിലാക്കുക. ചേട്ടാ, നമുക്ക് ജയിക്കാം, ഇത്തവണ പോയതല്ലേ, അടുത്തതാണ് നമുക്ക് ശരിയാക്കാം, ഈ കറി ഒത്തിരി ഉപ്പ് കൂടിയല്ലേ ഉള്ളൂ, നമുക്ക് അടുത്തതാണ്, നിനക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നൊരു കുടുംബ ബന്ധം നമ്മൾ ചിന്തിച്ച് നോക്കി. എത്രയോ ആലോചിച്ച്, എത്രയോ ചിന്തിച്ച്, എത്രയോ സംസാരിച്ച്, എത്രയോ പ്രണയിച്ച് നമ്മളൊക്കെ കിട്ടിയതാ. എന്നിട്ട് എൻ്റെ കുടുംബത്തിന് കുടുംബമായിട്ട് മാറുന്നുണ്ട്. മാതാവും പിതാവും
ദൈവഹിതമനുസരിച്ച് അവരൊന്നായത്. നിങ്ങളെ പ്രണയിച്ചു, സ്നേഹിച്ചു, എങ്ങനെയോ നിങ്ങൾ ഒന്നായി. അത് ദൈവഹിതമാണ്. ആ ദൈവഹിതമനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി. എന്നിട്ടും എൻ്റെ കുടുംബത്തിൽ ശബ്ദമില്ലാത്ത സന്തോഷമുള്ള ദിവസങ്ങളാണോ അല്ലെങ്കിൽ സമാധാനമുള്ള ദിവസങ്ങളാണോ എന്ന് ചിന്തിച്ചു നോക്കി പ്രാർത്ഥിക്കാം.